റേറ്റിംഗിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെന്ന് പരസ്യദാതാക്കളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും അതിവിദഗ്ധമായി പറ്റിക്കാൻ തട്ടിപ്പുകാരനായ ചാനൽ ഉടമയ്ക്കായി. ഇതോടൊപ്പം തട്ടിപ്പിന് കളമൊരുക്കാൻ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപകമായി തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനൽ ഉടമ ഉപയോഗിച്ചു. മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഫോൺ ഫാമിംഗ് ഏജൻസികൾക്ക് കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തി റേറ്റിംഗ് തട്ടിപ്പിന് പശ്ചാത്തലമൊരുക്കി. ഇതോടൊപ്പം പ്രചാരണത്തിന് പെയ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും കൂട്ടുപിടിച്ചതിന്റെ വിവരങ്ങൾ ഇതാ 24 മാസങ്ങളായി നടത്തിയ അന്വേഷണം ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുവിടുന്നു. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഫോൺ ഫാമിംഗ് എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. ഒറ്റ ക്ലിക്കിൽ നിരവധി ഫോണുകളിൽ നിന്നും യൂട്യൂബിലെ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ആ വ്യൂവർഷിപ്പ് കൂട്ടുന്ന തട്ടിപ്പിന്റെ വിധിയാണ്. നമുക്കറിയാം, ഏതാനും ചില ചാനലുകളിൽ 2000 കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റയടിക്ക് നിമിഷാർദ്ധം കൊണ്ടത് 20,000, 25,000, 30,000 ഒക്കെയായി വ്യൂവർഷിപ്പ് ഉയരുന്നത് നമ്മൾ കാണാറുള്ളതാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ പോലെയുള്ള സമയങ്ങളിൽ മത്സരത്തിന്റെ ഭാഗമായി ഇങ്ങനെ അവിശ്വസനീയമായ രീതിയിൽ ഒരു അബ്നോർമലായി ഈ വ്യൂവർഷിപ്പ് ഉയരുന്നതിന്റെ സാങ്കേതിക വിദ്യയും തട്ടിപ്പിന്റെ വിദ്യയും ഇതാണ്. ഫോൺ ഫാമിംഗ് എന്ന സംവിധാനത്തിലൂടെ വിദേശ ഏജൻസികൾക്ക് പണം നൽകിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അങ്ങേയറ്റം വളർന്നിരിക്കുന്ന ഈ സമയത്ത് ഡിജിറ്റൽ വ്യൂവർഷിപ്പിലും തട്ടിപ്പ് നടത്താൻ ഈ ചാനൽ ശ്രമങ്ങൾ നടത്തി എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കൈക്കൂലി കൊടുത്ത് ഡാറ്റ തിരിമറി നടത്തുന്നതിനോടൊപ്പം തന്നെ ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകളിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ലോക്കൽ നെറ്റ്വർക്കുകളിൽ ബാർക്ക് സ്ഥാപിച്ചിരിക്കുന്ന റേറ്റിംഗ് മീറ്ററുകളുടെ സ്ഥല സൂചികയായി അവർ ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ, ആ പ്രദേശത്തിന്റെ പിൻകോഡ് നമ്പറുകൾ ഈ പ്രേംനാഥ് എന്ന് പറയുന്ന ബാർക്കിന്റെ ജീവനക്കാരൻ ചാനൽ ഉടമയ്ക്ക് നൽകുന്നു. അങ്ങനെ നൽകുമ്പോൾ അവിടെ കൃത്രിമത്വം നടത്താൻ എളുപ്പമാണ്. എവിടെയാണ് മീറ്ററുകൾ വെച്ചിട്ടുള്ളതെന്ന് ഈ ചാനൽ ഉടമയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് മീറ്ററുകൾ വെച്ചിട്ടുള്ളത് എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ പാകത്തിൽ അവിടുത്തെ പിൻകോഡുകൾ കൈമാറുന്നു. അവിടെ സ്വാധീനം ചെലുത്തി റേറ്റിംഗ് ഉയർത്താനുള്ള ശ്രമങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി നടന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. 2025 മെയ് 17 ചാനൽ ഉടമ രാവിലെ 6:19 ഈ പറയുന്ന ബാർക്കിന്റെ ജീവനക്കാരനായ പ്രേംനാഥിനോട് വാട്സാപ്പിലൂടെ ചോദിക്കുന്നത് തന്റെ ചാനലിന്റെ സ്കോർ എത്ര എന്നാണ്. അതായത് ഈ റേറ്റിംഗ് വരാൻ പോകുന്നു അതിന് തൊട്ട് മുൻപ് ചോദിക്കുന്നു സ്കോർ എത്ര എന്ന്. അതിന് മറുപടിയായി അല്പസമയത്തിന് ശേഷം, അതായത് കൃത്യം 6:33 പ്രേംനാഥ് വിൽ അപ്ഡേറ്റ് എന്നൊരു സന്ദേശം അയക്കുന്നു. 6:35 ചാനൽ ഉടമ ഓക്കെ എന്ന് തിരിച്ച് പ്രേംനാഥിന് മെസ്സേജ് അയക്കുന്നു. തുടർന്ന് അന്ന് തന്നെ, അതായത് വൈകിട്ട് 3 മണി കഴിയുമ്പോൾ 3:10 113 116 ഇടയ്ക്കായിരിക്കും ഈ റേറ്റിംഗ് എന്ന് പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് അയക്കുന്നു. തുടർന്ന് വന്ന റേറ്റിംഗിൽ, തൊട്ടടുത്ത ആഴ്ച വരുന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായി എന്നത് ഈ തട്ടിപ്പ് എത്ര കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. പണം വാങ്ങി ചാനലിന് റേറ്റിംഗ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് റേറ്റിംഗ് തിരുത്തി കൊടുക്കുക, അവരെ 1ാമതോ 2ാമതോ ആയി അവരെ പ്ലേസ് ചെയ്യുക, അവരുടെ എതിരാളികളായി കാണുന്ന ചാനലിന്റെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ വേണ്ടി ഒത്താശ ചെയ്യുക. അങ്ങനെ കറകളഞ്ഞ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നു ബാർക്ക് ഉടമസ്ഥനായ പ്രേംനാഥ്. അങ്ങനെ ചാനൽ ഉടമയും പ്രേംനാഥും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ 24 പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ആ ചാനൽ ഉടമ ആരാണെന്നും അവരെ ഏത് തരത്തിലുള്ള തട്ടിപ്പാണ് നടത്തിയതെന്നും എത്ര കോടി രൂപ ഇതിനു വേണ്ടി ചിലവഴിച്ചു എന്നുമൊക്കെ അന്വേഷണ ഏജൻസികളുടെ പരിശോധനകളിലൂടെ സത്യസന്ധമായ വിവരങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.